വിദ്യാഭ്യാസം എന്നുള്ളതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അതായത് നമ്മളുടെ കുട്ടികളുടെ ഭാവിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്ന ആശയം പണ്ട് മുതൽക്കേ ഉള്ളൊരു കാര്യമാണ്. ഇന്ന് കാലഘട്ടം മാറിക്കഴിഞ്ഞപ്പോൾ പലതരത്തിലും നമ്മളുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഡൈമെൻഷൻസ് മാറി. അതിന് കാരണം മാറി വരുന്ന തൊഴിൽ സാധ്യതകളാണ്. പക്ഷേ ഇതൊക്കെ തന്നെ ഉണ്ട് എന്നിരിക്കെ ഗവൺമെൻറ് സർവീസിലേക്ക് പരമോന്നതമായിട്ടുള്ള ആ ഒരു UPSC സർവീസിലേക്ക് ഫസ്റ്റ് ഗ്രേഡ് ജോലികൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് സിവിൽ സർവീസ് തന്നെയാണ്. ഒരു കളക്ടറിൻ്റെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ പത്രം തിരയുന്നത് കളക്ടർ എന്തെങ്കിലും പറഞ്ഞോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടും അറിയാൻ വേണ്ടിയിട്ടും ആകാംക്ഷയുണ്ടായിരുന്നു. എന്താ ആകാംക്ഷ എന്നറിയോ? ഡിസ്ട്രിക്റ്റിലത്തെ കളക്ടർ അവധി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഹോളിഡേ ആണല്ലോ, അത് അദ്ദേഹത്തിന് മാത്രമേ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ അതുപോലത്തെ പവർഫുൾ ആയിട്ടുള്ള പോസ്റ്റൊക്കെയും UPSC യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന് കളക്ടറൊക്കെ ആവണം എന്ന് ആഗ്രഹമുള്ള പല കുട്ടികളും എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം പലപ്പോഴും ആവർത്തിച്ച് വരുന്നൊരു ക്വസ്റ്റ്യനാണ്. നമ്മൾ പറയും FAQ, ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻ. ഇതാണ് ഈ പറയുന്ന ചോദ്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴാണ് തയ്യാറെടുക്കേണ്ടത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. സിവിൽ സർവീസിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് ഏറ്റവും ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യം നമ്മുടെ കുഞ്ഞുനാളിൽ തന്നെ ഒരു 6ാം ക്ലാസ് തൊട്ടുള്ള NCERT ടെക്സ്റ്റ് ബുക്ക്, ഇതിൻ്റെ ഒരു റീഡിംഗ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പറയുന്നത്. അങ്ങനെ 6ാം ക്ലാസ് തൊട്ട് 7, 8, 9, 10 ഈ കാലഘട്ടത്തിലുള്ള ഹിസ്റ്ററി, ജോഗ്രഫി, സയൻസ് എല്ലാം തന്നെ നമ്മുടെ കയ്യിലുണ്ടാവണം. മാത്രമല്ല കുറച്ചും കൂടി നമ്മൾ വലുതാവുമ്പോൾ +1, +2 വന്നു അല്ലേ? അപ്പം ഇത്തരത്തിലുള്ള നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ് ബഹുഭൂരിപക്ഷം ആളുകൾക്ക് അറിയാത്തൊരു കാര്യം പറയാനായിട്ട് പോകുന്നത്. എന്താണെന്നറിയോ നിങ്ങൾക്ക്? നമുക്ക് ലോകത്തിൽ തന്നെ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള പരീക്ഷകളിൽ ഒന്നാണ് ഇന്ത്യൻ സിവിൽ സർവീസ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ സിലബസ് എന്ന് പറയുന്നതോ ഈ പറയുന്ന NCERT ടെക്സ്റ്റ് ബുക്ക് 6ാം ക്ലാസ് തൊട്ട് 12ാം ക്ലാസ് വരെയാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഞെട്ടിയോ? ഞാൻ ഞെട്ടിട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു സിലബസ് നിങ്ങൾ ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കണം. അങ്ങനെ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള സബ്ജക്റ്റ് നോക്കി പഠിക്കുകയാണെങ്കിൽ നമ്മളുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് സ്ട്രോങ് ആയി. ഇനി നമുക്ക് അതിൽ നിന്ന് വിട്ട് എക്സ്ട്രാ എന്തൊക്കെ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ള ചോദ്യമാണ്. നമ്പർ 1 നമ്മുടെ ന്യൂസ് പേപ്പർ റീഡിംഗ് ആണ്. നമ്മൾ സാധാരണ അതിനെ പറയുന്നത് ഡെയിലി ന്യൂസ് പേപ്പർ റീഡിംഗ് എക്സസൈസ് എന്നാണ് പറയുക. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ ദിവസവും നമുക്കൊരു ന്യൂസ് പേപ്പറിൻ്റെ ബ്രീഫിംഗ് ഉണ്ടായിരിക്കും. നമ്മളിവിടെ അക്കാദമിയിൽ കാലത്ത് 5:30 തൊട്ട് 6:30 വരെയുള്ള 1 hour സെഷൻ കുട്ടികളായിട്ട് ന്യൂസ് പേപ്പർ റിവ്യൂ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു വാർത്തയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അനാലിസിസ് ആൻഡ് പാരാലിസിസ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ അതിൽ ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താ? കാലത്ത് 5:30 ന്യൂസ് പേപ്പർ റിവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ കുട്ടികൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കണം, പത്രം വായിക്കണം അല്ലേ? അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതിലൂടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു റുട്ടീൻ എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്യുകയാണ്. പലരും സൂര്യോദയം അവരുടെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന് പറയുന്ന ആൾക്കാരെല്ലാം തന്നെ ഈ ഒരു പ്രക്രിയ, ഈ പ്രോസസ്സിലൂടെ അവരെന്ത് ചെയ്തു? ഏർലി മോർണിംഗ് ഗെറ്റപ്പ് എന്ന് പറയുന്ന എക്സസൈസിലേക്ക് അവരുടെ ബയോളജിക്കൽ ക്ലോക്കിനെ തന്നെ നിയന്ത്രിക്കാനായിട്ട് അവർക്ക് പറ്റി.
അപ്പൊ കുട്ടികള് എന്തുണ്ടായി, അവര് ഊർജസ്വലരായി, ആക്റ്റീവായി അല്ലെ. കാലത്ത് നേരത്തെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മളുടെ രക്തചംക്രമണം എന്ന് പറയുന്നത് നന്നായി വർദ്ധിക്കും എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ക്ഷീണം പോയി നമ്മൾ ആരോഗ്യ ദൃഢഗാത്രരായിട്ട് മാറാനായിട്ട് ഇതിലൂടെ ഓട്ടോമാറ്റിക് ആയിട്ട് സാധ്യമാണ്. ഇനി ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വൈകുന്നേരം നമ്മൾ വീട്ടിലെത്തി. വൈകുന്നേരം 8:30 തൊട്ട് 9:30 വരെ ആഴ്ചയിൽ 3 ദിവസം ക്ലാസ് കിട്ടിയാലോ? അതും സൗജന്യമായിട്ടാണ് സിവിൽ സർവീസ് അക്കാദമി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ക്ലാസ്സുകൾ ഉണ്ടാവുമ്പോൾ നിങ്ങളുടെ ഗുണം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഇവാലുവേഷൻ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധ്യമാണ്. ഇനി കണ്ടിന്യൂസ് ഇവാലുവേഷനോട് ഒപ്പം തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ റെഗുലർ ക്ലാസ്സുകൾ അങ്ങനെ തന്നെ പഠിക്കാനായിട്ടുള്ള സമയവും നമുക്ക് ടൈം ടേബിൾ ക്ലിയർ ആയി മാറി അല്ലേ. അപ്പൊ കുട്ടി ഓട്ടോമാറ്റിക്കലി ടൈം ടേബിൾ അധിഷ്ഠിതമായിട്ടുള്ള ഒരു പഠന പ്രക്രിയയിലേക്ക് അവർ തന്നെ അറിയാതെ മനോഹരമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇതിലുപരി കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവര് ഏറ്റവും താല്പര്യപ്പെടുന്ന ഒരു കാര്യമാണ് ക്യൂസ് അല്ലേ. ജനറൽ നോളേജിന്റെ GK ക്യൂസ് എന്ന് പറഞ്ഞിട്ട് സ്കൂളുകളിലെ ചെറിയ കുട്ടികൾ, ചെറിയ LP UP സ്റ്റാൻഡേർഡ് തൊട്ടേ അങ്ങനെ ക്യൂസ് പ്രോഗ്രാംസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ ഒരു പ്രക്രിയയിലൂടെ കടന്നു പോകുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ജനറൽ നോളേജ് അല്ലെങ്കിൽ ക്യൂസ് എന്ന് പറയുന്നത് ഒട്ടും വെല്ലുവിളിയാവാതെ തന്നെ അങ്ങനെയുള്ള പ്രോഗ്രാംസ് സ്കൂൾ ലെവലിൽ തന്നെ അവർക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാനായിട്ട് സാധ്യമാണ്. മോർ ഓവർ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് അല്ലേ, നമുക്കറിയാം ഓരോ മാസവും നമുക്ക് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നതിൻ്റെ ബ്രീഫിംഗ് ഉണ്ട്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ എന്ത് സംഭവിച്ചു, ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ലോക വിശേഷങ്ങൾ, വാർത്തകൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ധാരണ കറണ്ട് അഫയേഴ്സിലൂടെ അവർക്ക് ലഭ്യമാവാണ്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഉയർന്ന ക്ലാസ്സുകളിലേക്ക് എത്തിപ്പെടുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ നമുക്കറിയാം ഇല്ലേ. ആ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്, ഉദാഹരണത്തിന് പോണ്ടിച്ചേരി സർവകലാശാല, അതൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്. അതുപോലെ ഹൈദരാബാദിലുള്ള ലോക പ്രശസ്തമായിട്ടുള്ള എഫ്ലു സർവകലാശാല നമ്മൾ കേട്ടിട്ടുണ്ടാവും ഇല്ലേ, ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റി. അപ്പോൾ എഫ്ലു സർവകലാശാലയുണ്ട്. അതുപോലെ ഡൽഹിയിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ JNU, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി അല്ലേ. അതുപോലെ നമ്മുടെ കൊച്ചു കേരളത്തിൽ തന്നെ എക്സ്റ്റൻഷൻ ആയിട്ട് അലിഗഡ് മുസ്ലിം സർവകലാശാലയുണ്ട്. പല ആൾക്കാർക്കും അറിയില്ല. ചെറുകര എന്ന് പറയുന്ന മലപ്പുറം ജില്ലയിലത്തെ കൊച്ചു ഗ്രാമത്തിലെ അലിഗഡ് മുസ്ലിം സർവകലാശാല സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ് അല്ലേ. അങ്ങനെ അനവധി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള എൻട്രൻസ് പരീക്ഷകളിലേക്ക് ഈ പറയുന്ന ജനറൽ നോളേജ് അവർക്ക് വളരെയധികം യൂസ്ഫുൾ ആണ്. അപ്പൊ അങ്ങനെ CUET പരീക്ഷ, സെൻട്രൽ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റിലേക്ക് ഇവർക്ക് അതൊരു മുതൽക്കൂട്ടായിട്ട് മാറും. ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ചിന്തിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ നമ്മൾ ചെറുപ്പം തന്നെ നമ്മൾ അവരെ ട്രെയിൻ ചെയ്ത് അവരെ ഗ്രൂം ചെയ്ത് വിടാനായിട്ട് രക്ഷിതാക്കള്, മാതാപിതാക്കള്, അധ്യാപകര് എല്ലാവരും കൂട്ടായിട്ടുള്ള ഒരു പരിശ്രമം നടത്തേണ്ടത് ഇന്നിൻ്റെ ഒരു ആവശ്യമാണ്. അങ്ങനെ ചെയ്യുകയാണെങ്കിലുള്ള ബെനിഫിറ്റ് അഥവാ മെച്ചം എന്ന് പറയുന്നത് എന്താണ്, പിൽക്കാലത്ത് നമ്മുടെ മക്കള് സെൻട്രൽ ഗവൺമെന്റിന്റെ ജോലികളിലേക്ക് കയറാനായിട്ട് പറ്റും. കേന്ദ്ര ഗവൺമെന്റിന്റെ UPSC പരീക്ഷയുണ്ട് അല്ലെ, SSC ഉണ്ട്, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ, കേരള PSC ഉണ്ട്, പബ്ലിക് സർവീസ് കമ്മീഷൻ. ഇതിലെല്ലാം തന്നെ അവർക്ക് ഒരു ജോലി സാധ്യത ഇതിലൂടെ അവർക്ക് ലഭ്യമാണ്. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇവാലുവേഷൻ, കണ്ടിന്യൂസ് ആയിട്ടുള്ള മോണിറ്ററിങ്, അതേപോലെ തന്നെ മെന്റേഴ്സിന്റെ സഹായം, ഇതെല്ലാം ഒത്തുചേർന്നിട്ടുള്ള ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ടോട്ടൽ പാക്കേജ് ആണ് നമ്മൾ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിലൂടെ നമ്മൾ ലക്ഷ്യം വെക്കുന്നത് അവരുടെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആണ്. വളരെ പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന കുട്ടികളെ നമ്മൾ
ആ ഒരു ഇൻട്രോവേർട്ട് ക്യാരക്ടറിൽ നിന്ന് അവരെ എക്സ്ട്രോവേർട്ട് ആക്കി അവരെ ഡെവലപ്പ് ചെയ്തെടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അത്ര എളുപ്പമുള്ള പണിയല്ല. അതുകൊണ്ട് തന്നെ വർഷങ്ങളോളം നമ്മൾ ഈ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളെ എക്യുപ്ഡ് ആക്കാനും അതിൽ നിന്ന് അവരെ ഗ്രൂം ചെയ്ത് പ്രൊഫഷണലുകളെ പോലെ ഡെവലപ്പ് ചെയ്തെടുക്കാനും അവരുടെ ഡേ ടു ഡേ റുട്ടീൻ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആ മക്കള് അവരുടെ വിദ്യാഭ്യാസം 7ാം ക്ലാസ്സിലായാലും 8ാം ക്ലാസ്സിലായാലും ഒക്കെ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ ഗ്രൂംഡ് ആയി കഴിഞ്ഞു. അങ്ങനെ ആവുമ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണ് എന്നാണ് പറയാൻ പോകുന്നത്. ഒന്നാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് കുട്ടികൾ വെൽ ഡിസിപ്ലിൻഡ് ആയി. മറ്റുള്ള കുട്ടികൾ ചിലരെല്ലാം തന്നെ പലതരത്തിലെ ഒരു എയിംലെസ് ആയിട്ട് പോകുമ്പോൾ ഇവരെ റൈറ്റ് പാത്തിലൂടെ അവരെ പിടിച്ചുയർത്താനായിട്ട് അവർക്കൊരു കരിയർ പാത്ത് വേ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവരുടെ കൂടെ നിരന്തരമായിട്ട് പരിശ്രമിക്കുകയാണ്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് നല്ലൊരു ലക്ഷ്യബോധം ഉണ്ടാവുകയാണ്. അവർ ഡിസിപ്ലിൻഡ് ആയി അല്ലേ. വൺസ് കുട്ടികൾക്കൊരു എയിം ഉണ്ട്, അവർക്ക് ഡിസിപ്ലിൻ ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ റെഗുലറായിട്ട് അവരുടെ ആ എയിമിലേക്ക് വളരെയധികം ഫോക്കസ്ഡ് ആയിരിക്കും. അങ്ങനെ ഫോക്കസ്ഡ് ആയി കഴിഞ്ഞാൽ അവർ ക്ലാസ്സിൽ തന്നെ ഫസ്റ്റ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ ക്ലാസ്സിൽ നല്ലൊരു വിജയശതമാനം അവർക്ക് ഉറപ്പുവരുത്താനായിട്ട് ഇതിലൂടെ സാധ്യമാകുന്നു. മാത്രമല്ല കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കരിയറിനെ കുറിച്ച് മാത്രമല്ല അവർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വളരെയധികം കാര്യങ്ങളുണ്ട് എന്നുള്ളത് അവർ സ്വയം മനസ്സിലാക്കുകയും പഠനം എന്ന് പറയുന്നത് അവർ വളരെ സന്തോഷത്തോടെ ഏറ്റെടുക്കുന്നതുമായിട്ടാണ് കാണുന്നത്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പഠിക്കാൻ അവർക്ക് ഇഷ്ടപ്പെടാണ്. കഷ്ടപ്പെട്ട് പഠിക്കാതെ ഇഷ്ടപ്പെട്ട് പഠിക്കാനായിട്ട് നമ്മളുടെ സ്ഥാപനത്തിലൂടെ അവർക്ക് പറ്റാണ്. അപ്പം അങ്ങനെ നമ്മൾ കുട്ടികളെ ഒരു രീതിയിൽ കണ്ടിന്യൂസ് ആയി ഇവാലുവേറ്റ് ചെയ്യുകയും മോണിറ്റർ ചെയ്യുകയും മെൻറ്റർ ചെയ്യുകയും ചെയ്യുന്നതിലൂടെ അവർ നല്ലൊരു പൗരന്മാരായിട്ട് വളർന്ന് ഡെവലപ്ഡായി അവരുടെ പേഴ്സണാലിറ്റി മെച്ചപ്പെടുകയും അതുപോലെ തന്നെ ഗ്രൂം ചെയ്ത് അവർ ഭാവിയിലേക്കുള്ള നല്ല വാഗ്ദാനങ്ങളായി മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് നാളിതുവരെ കഴിഞ്ഞൊരു 16 വർഷമായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ആക്ടിവിറ്റി വീണ്ടും നമ്മൾ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കും താല്പര്യമുണ്ട് എന്ന് ഇതിനെക്കുറിച്ച് എൻക്വയറി നടത്താനായിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കാം, ബന്ധപ്പെടാം. തീർച്ചയായിട്ടും അത് റിലേറ്റഡ് ആയിട്ടുള്ള A to Z കാര്യങ്ങളും നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു സാറ്റിസ്ഫാക്ഷനിലൂടെ മനസ്സിലാക്കി തരാനായിട്ട് സാധ്യമാണ്.